സക്കറിയയുടെയും എലിസബത്തിൻ്റെയും കുഞ്ഞിന് പേരിടൽ ചടങ്ങ് നടക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പാരമ്പര്യമനുസരിച്ച് 8-ാം ദിവസം കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ ദേവാലയത്തിലെത്തി. എത്തിയത് കുഞ്ഞിന് പരിശോധനം നൽകാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണത്. കാത്തിരുന്ന് കിട്ടിയതാണെങ്കിലും അപ്രതീക്ഷിതമായി ദൈവത്തിന് ഇടപെടൽ ആ കുഞ്ഞിനുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പൻ മ്യൂട്ടായി പോയത്. അങ്ങനെ അപ്പനിങ്ങനെ മൗനം പാലിച്ച് നിൽക്കുന്നിടത്ത് കുഞ്ഞിന് പേരിടണം. പാരമ്പര്യം പറയുന്നത് അപ്പൻ്റെ പേരനുസരിച്ച് കുഞ്ഞിനും സക്രിയ എന്നാണ് ഇടേണ്ടത്. ഇത് കൂടുതൽ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. പാരമ്പര്യം അങ്ങനെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് സക്രിയ എന്ന് തന്നെ ഇടാം. വലിയ തർക്കം ഇതിൻ്റെ പേരിൽ ഉണ്ടാകില്ല എന്ന് എല്ലാവരും കരുതി. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, അപ്പോൾ സക്രിയ ഉറപ്പിക്കാമല്ലേ? പെട്ടെന്നാണ് എലിസബത്ത് പറയുന്നത്, അങ്ങനെയല്ല. ഒരു ഫുൾ സ്റ്റോപ്പാണ് അവിടെ. ഇത് കേട്ടിരിക്കുമ്പോൾ ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്നൊരു ആശങ്കയിലോട്ടെത്തി കാണും. കാര്യം ഈ പാരമ്പര്യം ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇത്രയും കാലം ഇങ്ങനെ അപ്പൻ്റെ പേരിട്ടല്ലേ മക്കളെ അറിയപ്പെടേണ്ടത്. എന്താണ് അങ്ങനെയല്ല എന്ന് പറയാൻ കാര്യം? ഒരു പിറുപിറുപ്പ് അതിനിടയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകണം. എന്നിട്ടും എലിസബത്ത് ഒറ്റ സ്വരത്തിൽ പറയുന്നു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഇതാണ് ചില കാര്യങ്ങളിൽ നാമൊക്കെ കൊടുക്കേണ്ട ഉത്തരം. അങ്ങനെയല്ല. ദൈവം എന്താണോ പറഞ്ഞത് അത് നടക്കണം. ദൈവത്തിന് എന്താണോ നിശ്ചയം അത് നടക്കണം. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തെടുത്ത് ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളർത്തി. അത് അവരുടെ സ്വപ്നമല്ല, ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ആ പേരിടൽ പോലും ദൈവം നടത്തിയ പേരിടലാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ പേരിടലിന് വെറുതെ ഒന്ന് കൂട്ടുനിൽക്കാൻ മാത്രമേ ഈ മാതാപിതാക്കൾക്ക് അവകാശമുള്ളൂ എന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചേ, ആരുടെ സ്വപ്നത്തിലാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ വളരുന്നത്? മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കാണോ? നമ്മളൊക്കെ കുറച്ചും കൂടി മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നില്ലേ? നമ്മളൊക്കെ കുറച്ചും കൂടി കൂടെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നില്ലേ? എന്തിനാ എത്ര സങ്കടം? ഇതൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ വളരേണ്ട കുഞ്ഞുങ്ങളാണ്. അവരുടെ പേരിടൽ മുതൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവത്തിനൊരു നിശ്ചയമുണ്ട്. ഓരോ കുഞ്ഞിൻ്റെ കാര്യത്തിലും ദൈവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവം ഒരുക്കി വെച്ച പേരുണ്ട്, ദൈവം ഒരുക്കി വെച്ചൊരു വഴിയുണ്ട്. അതിലേക്ക് പുറപ്പെടാനും അതിലേക്ക് വഴി നടത്താനും വെറുതെ ഒന്ന് സഹായിക്കുക മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ അവകാശം. അതാണ് ജ്ഞാനസ്നാന വേളയിൽ പുരോഹിതൻ പറയുന്നത്, ഇവൻ ദൈവത്തിൻ്റെ മകനോ മകളോ എന്നറിയപ്പെടുമെന്ന്. തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ മകനും മകളുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വപ്നം എന്താണോ അത് നടക്കാൻ നമുക്ക് അനുവദിക്കണം. അതല്ലാതെ മറു അഭിപ്രായം വരുന്നിടത്ത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകണം. സ്നാപയോന്മാരുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. എല്ലാവർക്കും ഒരു അഭിപ്രായമായിരുന്നു. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല എലിസബത്ത് കേട്ടത്. അവൾ ദൈവത്തിൻ്റെ അഭിപ്രായമാണ് കേട്ടത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ജീവിതത്തിലുണ്ടാകുന്ന ചില നിർണായക നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ തീരുമാനം എന്ത് എന്ന് ആദ്യം ചോദിക്കണം. ദൈവത്തിൻ്റെ തീരുമാനം എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം ചോദിക്കുന്നത് രാഷ്ട്രീയത്തിലും സംഘടനകളിലുമൊക്കെയാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷമല്ല, ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് ചോദിക്കുന്നിടത്താണ് അവിടെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നത്. ആ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നിടത്താണ് സക്രിയ സംസാരിച്ചു തുടങ്ങുന്നത്. പിന്നീട് അയാൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയേണ്ട കാര്യങ്ങളെല്ലാം ഒരു വാഴ്ത്തിപ്പാടൽ പോലെ അയാൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നിടത്ത് ദൈവം കൂടെയുള്ള എല്ലാവർക്കും അത്ഭുതങ്ങൾ ചൊരിയും, അടയാളങ്ങൾ ചൊരിയും. ജീവിതത്തിൽ കുറച്ചും കൂടി ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തെന്ന് ചോദിക്കാനും ആ ദൈവത്തിനോട് കൺസേൺ വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യാനും നമുക്കിനി പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.